ഹായ് ഗീസ്, ഇപ്പോൾ എല്ലാവർക്കും ഫൺ വിത്ത് മീഡിയ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗീസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് കാർ ഫോർ സീൽ എന്ന് പറയുന്നൊരു ഗെയിമായിട്ടാണ്. ഗീസ്, ഒരു കിടിലൻ ഗെയിം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഇത് തന്നെ കളിക്കാമെന്ന് വിചാരിച്ചു. ഗീസ്, ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ് പല പല സ്ഥലത്താണ് വാങ്ങിക്കും. ഗീസ്, എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റും. അങ്ങനെയാണ് ഗീസ്. ഓപ്പൺ ആക്കിയിടാം, ക്ലോസ് ആക്കിയിടാം, എല്ലാം ഉണ്ട് ഗീസ്. ഇവിടെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട് ഗീസ്. ഇവിടെ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വെളിയിലോട്ടൊക്കെ പോകാം. ബസ് സ്റ്റോപ്പ് ഉണ്ട് ഗീസ്. ഈ ബസ് സ്റ്റോപ്പിൽ കയറിയിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റും ഗീസ്. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമില്ല, കിടുക്കാച്ച ഗെയിമാണ്. ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് നെയ്ബർഹുഡിലോട്ട് പോയി നോക്കാം. അതിന് തന്നെ 20 രൂപയാണ് ഗീസ്. $20 അതിന് മാത്രമായിട്ട് പോയി. ഓക്കെ, അവിടെ ഒരു കാറുണ്ട് ഗീസ്, അത് നമുക്ക് വായിക്കാൻ പറ്റുമോ നോക്കാം. ഇത് ഓടിയില്ലേ ഗീസ്? ഈ കാറ് നമ്മൾ വാങ്ങിച്ചു. നമ്മൾ കാറിൽ കയറാം. അതൊക്കെ അറിയാം കേട്ടോ, കൂടുതൽ പഠിപ്പിക്കണ്ട. ഓക്കെ, പെട്രോളൊക്കെ ആവശ്യത്തിനുണ്ട്. പിന്നെ വ്യൂ കുഴപ്പമില്ല. സെറ്റ് കാർ, സൺറൂഫൊക്കെ ഉണ്ട്. നമ്മളെ ക്യാരക്ടറാണ് അത്. ഇത് ഓക്കെ, നമുക്കിൻ്റെ അകത്തുനിന്ന് ഓക്കെ സെറ്റാണ്. സ്റ്റാർട്ട് ചെയ്തു. പൊളപ്പം സാധനം. ഇനി ശബ്ദം കേട്ടാ നിങ്ങള്? എൻ്റെ മോനെ, ഹെഡ്ലൈറ്റൊക്കെ പൊളപ്പം. കണ്ടാടാ നമ്മളെ വണ്ടി? കണ്ടാ? എൻ്റെ മോനെ, അല്ല നമ്മളെ വീട് എവിടെയായിരുന്നു? പെട്ടാ? നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, വണ്ടി നൈസായിട്ട് വീട്ടിൽ കൊണ്ടിട്ടേക്കാം. ഇതിനടുത്ത് വീട്ടിൽ വരാൻ ഒരു വഴിയില്ല. എന്തോന്ന് അൺലോക്ക്? അതൊന്നും അൺലോക്ക് ആയില്ല. നമുക്ക് ഈ കാറിൻ്റെ അടുത്ത് എൻ്റർ ആയിരുന്നു. അപ്പോൾ ഗീസ്, നമ്മൾ കാർ കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഗീസ്. അപ്പോഴത്തേക്കും സമയരാത്രിയായി. നമുക്കപ്പോൾ ഇവിടെ ഒന്ന് കിടക്കാം ഗീസ്. ഇവിടെ ഒന്ന് കിടക്കാം. കാർ ഡീലറിൻ്റെ ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് എത്ര നഷ്ടമുണ്ടായി, എത്ര ലാഭം ഉണ്ടായെന്നൊക്കെ ഇവിടെയാണ് ഗീസ് കാണിക്കുന്നത്. നമുക്കിത് അടച്ചിട്ടിട്ട് കിടന്നുറങ്ങാം ഗീസ്. ഇതാണ് നമ്മളെ പാവപ്പെട്ട ആൾക്കാരുണ്ട് കണ്ടെയ്നർ. നമുക്ക് ഇവിടെ കിടക്കാം. നമ്മളിന്ന് ഇത്രയും മണി പോയി ഗീസ്. പിന്നെ 0 മണിയാണ് നമ്മൾ എടുത്തത്. നഷ്ടം തന്നെ. ഓക്കെ, അടുത്ത ദിവസമായിട്ടുണ്ട്. നമുക്ക് ഇനി വെളിയിലോട്ട് പോവാം. നമ്മുടെ ഓഫീസ് ക്ലോസറാണ് ഗീസ്. ഓഫീസ് ഈസ് ഡേർട്ടി. ഓഫീസ്, മാർക്കറ്റ് പ്ലേസ് എല്ലാം ഉണ്ട് ഗീസ്. ഓഫീസ് തന്നെ എല്ലാം പറഞ്ഞു. അയ്യോ, നമ്മുടെ ഓഫീസ്. നമുക്ക് ഒന്ന് ട്രാവൽ ചെയ്ത് നേരെ ഓഫീസിലോട്ട് പോകാം. പൈസ കൊടുക്കണം ഗീസ്, വെറുതെ പോകൂല. നമ്മളെത്തി ഗീസ്. നമ്മളെ ഓഫീസിൽ ഇതാണ്ട് നമ്മളെ ഓടിക്കാർ. ഓക്കെ, നമ്മളെ ഓഫീസ് ക്ലോസ്ഡ് എന്നാണ് ഗീസ് കാണിക്കുന്നത്. ഓഫീസ് ഈസ് ഡേർട്ടി. ആന്ധ്ര ഓഫീസിൻ്റെ ചുറ്റും താണ്ട ഗീസ്
ഓഫീസ് ഇതുവരെ തുറന്നിട്ടില്ല കേസ്, ഇനി തുറക്കണം. ഇതൊക്കെ നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ശരിയാവും കേസ്. തൊണ്ട കേസ്. നമുക്കിവിടെ വന്നാൽ നമ്മളെ കാറുകളൊക്കെ ഇവിടെ കാണാം. ഓടി നമുക്കിവിടെ വിൽക്കാനൊക്കെ ഇടാൻ പറ്റും. നമ്മളിത് വാങ്ങിച്ചത് 11,000-നാണ് കേസ്. കിലോമീറ്റർ ഗിയറൊക്കെ ഓട്ടോമാറ്റിക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം കേസ്, ഇതിനൊരു 18,000 വിൽക്കാം. അല്ലേ നല്ലത്. അയ്യോ ഓക്കെ, ഇത് നമ്മൾ സെയിലിനിട്ടിട്ടുണ്ട്. ഫ്യൂവലൊക്കെ 36% കാർസ്. ഓക്കെ, ഓഡി Q7 പോസ്റ്റ് ലൈറ്റൊന്നും വേണ്ട. ഇവിടെ നമ്മളെ ബില്ലൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ ഇവിടെ റാങ്ക് 6 വേണ്ട എന്തോന്നുണ്ടോ എനിക്കറിയില്ല. എന്തരാവട്ടല്ലേ, നമുക്ക് പോകാം കേസ്. അത് നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട്. കാറ് തിരിച്ചു വയ്ക്കും. കാർ മാർക്കറ്റ് പ്ലേസ് ഈസ് ഓപ്പൺ. ഈ ഓഫീസ് തുറന്നില്ല. അപ്പോൾ നമ്മൾ കാറിൻ്റെ പെയിൻ്റൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാറ് ഇവിടെ അപ്പൂപ്പൻ വെറുതെ ഇരിക്കുന്നുണ്ട്. ഹോംലെസ് പൈസ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ അല്ലേ കാർ. നമ്മളെ കാർ ഇതുണ്ട്. ഇത് നമ്മളെ കാറാണോ? ഇത് മാരുതി ചെയ്തു. നമ്മളെ കാർ ചെയ്തു പറ്റിച്ച സാറേ. പിന്നെ നമ്മളൊരു കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോ വെഹിക്കിളാ പോടാ. എടാ ഇവിടെ തന്നെ സാറേ. പിന്നെ നോ പ്രോബ്ലം വിത്ത് കാർ. കാറിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവിടെ വെറുതെ കൊണ്ടുപോകും എന്നാണ് അവന്മാർ പറയുന്നത്. കാറിൻ്റെ അകത്ത് കാർ വെളിയിലോട്ട്. ഓക്കെ ഗീസ്, നമുക്ക് നേരെ കാറെടുത്ത് ഇങ്ങോട്ട് കയറ്റാം ഗീസ്. അയ്യോ നിനക്കൊക്കെ എന്താ അപ്പുറത്തോട്ട് കയറ്റാം ഗീസ്. ഫ്യൂല് ഫുൾ ടാങ്കാണ് ഗീസ്. നമ്മളിത് പ്രൊഫഷണൽ ആയതുകൊണ്ട് പേടിക്കണം ചേട്ടാ. പിന്നെ എന്തോന്നു കാറിൻ്റെ കളറൊന്നും മാറ്റണം. ഏതാണ് ഗീസ്? നമുക്ക് വണ്ടി എടുത്തോണ്ട് പോവാം. ഈ കാർ വിറ്റിട്ട് വേണം നമുക്ക് അടുത്ത കാർ എടുക്കാൻ. നമുക്ക് ഫുള്ള് നഷ്ടങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസം. ഓഫീസ്
ചാടിക്കോ ചാടിക്കോ. പിന്നെ അല്ല ഈ ഓഫീസ് തുറന്നിട്ട് എങ്ങനെയാണ് കൃഷ്ണ? നമുക്ക് എന്തായാലും കാർ മാർക്കറ്റിലോട്ട് പോകാം. പിന്നെ അവിടെ എന്തിനാ ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ അത് നോക്കിയിട്ട് ടേസ്റ്റ് അത് അതിനോട് നമ്മൾ കാർ മാർക്കറ്റിൽ ചേട്ടാ. പിന്നെ ഇതെന്തോന്നു? എന്തോ എന്തോന്ന് ജങ്കിയാട്. കേക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജങ്കിയാട്. ചേട്ടാ എന്തിനാണ് ഇവിടെ പരിപാടി? എന്തിനാണ്? മെറ്റലെടുത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ കിടക്കണ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ എടുത്ത് അണ്ണൻ്റെ കൊടുക്കണം. അണ്ണൻ എടുത്ത് നമുക്ക് പൈസ തരും ഗീസ്. എണ്ണം പോകും. ഓക്കെ ഗൈസ്, ഇതുണ്ടോന്നു വണ്ടി ഇതൊക്കെ എടുക്കാൻ പറ്റും. നമുക്കിതൊക്കെ പൊട്ടിച്ചെടുത്താലേ ചേട്ടാ. പിന്നെ എന്നാ നമുക്ക് 60 രൂപ കിട്ടി. $60 ഇങ്ങേര് തന്നത്. ദുഷ്ടൻ. കഷ്ടപ്പെട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മെറ്റലെടുത്ത് കൊടുത്തപ്പം ഇങ്ങനെ നമുക്ക് $60. ദുഷ്ട തന്നെ. ഓക്കെ ഗേസ്, കാർ മാർക്കറ്റിലോട്ട് പോവാം ഗേസ്. അതെവിടെയാണ്? രാത്രിയായി. ഇത് പക്ഷെ എന്നാലും എങ്ങനെയാണ് പരിപാടി? ദിവസം ഇനി അടുത്ത ദിവസം കാണാം ഗേസ്. നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഉറക്കം വന്നിട്ട് ഇവിടെ ഫുള്ള് ഡേറ്റയാണ്. മരിക്കാനാണ് പറയുന്നുണ്ട്. ഏവനാണെന്ന് ചോദിച്ചു. നമ്മളെ ഓഫീസിൻ്റെ മുമ്പ് തന്നെ നമ്മളെന്തോ ചെയ്യും. നമുക്കിനി ഓഫീസ് തുറക്കണം ഗീസ്. ഓക്കെ, നമ്മളെ ഓഫീസ് നമ്മൾ തുറന്നിട്ടുണ്ട്. ആൾക്കാരും പറഞ്ഞില്ല. അയ്യോ, നമ്മൾ പറയും പോലെ നമ്മൾ കാർ സെയിൽ ചെയ്തിട്ടില്ല ഗീസ്. നമ്മൾ സെയിൽ ചെയ്തിട്ടെ നമുക്ക് വില നേരത്തെ അടിച്ച വില 18,000. ഓക്കെ സെറ്റ് ഗീസ്. നമുക്കിനി എന്തോന്ന് ചെയ്യണ്ട. ആൾക്കൊക്കെ ആൾക്കാർ ചെയ്തോളൂ. നമുക്ക് ആക്ഷൻ ഈസ് ഓപ്പൺ ടുഡേ. ആക്ഷനാ തോന്നി. സ്റ്റാർ ബാർ, ഗ്യാസ് സ്റ്റേഷൻ, കാർ മാർക്കറ്റ്. നമുക്ക് കാർ മാർക്കറ്റിൽ ഒന്ന് പോയി നോക്കാം ഗേസ്. കാർ മാർക്കറ്റ് തുറന്നില്ല എനിക്ക് ചേർത്തില്ല. ഓക്കെ ഗേസ്. കാർ മാർക്കറ്റിന് തുറന്നിട്ടില്ല ഗേസ്. ഇവിടെ നമ്മൾ അപ്പൂപ്പ ഇരിപ്പുണ്ട് ഗേസ്. എന്താണ്? ഓക്കെ, നമുക്ക് പൈസ കൊടുക്കാനൊക്കെ പറ്റും. വീടില്ലാത്ത മനുഷ്യനാണ് ഗേസ്, പാവപ്പെട്ടവനാണ്. ഇങ്ങനെ ആരെങ്കിലും ഇതുവഴി പോകണമെങ്കിൽ സഹായിച്ചിട്ടൊക്കെ പോകണം ഗേസ്. നമ്മളെ വീടോട് അടുത്ത് തന്നെ നടന്നു പോകാന്നേ ഉള്ളൂ. വെറുതെ നമ്മൾ എന്തിനാണ് ഡോളർ കളയുന്ന ഗേസ്. പിന്നെ ഇവിടെ ഒരു മാമ നിൽക്കണ ഗേസ്. എന്തിന് $100? ഡെയിലി ടിക്കറ്റ് മാമ. പിന്നെ ഓക്കെ, ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിരിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് കാർ വാങ്ങിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് കേസ്. ഓക്കെ, ഫസ്റ്റ് കാർ എപ്പോൾ വരും? 5 മിനിറ്റ് ഉണ്ട് കേസ് ഇനി ഇത് വരാനായിട്ട്. നമുക്കിവിടെ തന്നെ നിൽക്കാം കേസ്. 5 മിനിറ്റ് ഒന്നും ആയിക്കോട്ടെ. പുതിയ ഏതെങ്കിലും കാറുണ്ടായിരിക്കണേ.
നമുക്ക് സൂപ്പർ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. സൂപ്പറും GTR-ഉം ഇതിലത് ഉണ്ടാ നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ട് ഉണ്ടാക്കിക്കണേ. ഓക്കെ ഫെരാരിയാണ് ഫസ്റ്റ് കാറ്. കറണ്ട് അയ്യോ ഒരു പ്രശ്നം ഗീസ്, നമ്മളെ പൈസ ഇല്ല. ഞാനത് മറന്നു ഗീസ്. കുറേ എണ്ണം കൈ വെക്കുന്നുണ്ട് ഗീസ്, നമ്മളെ പൈസ ഇല്ല. 4000. നമുക്കൊരു കാര്യം ചെയ്യാം ഗീസ്, നമ്മളെ ഉള്ള കാർ ആദ്യം വിൽക്കാം, എന്നിട്ട് ബാക്കി. നമ്മളെ കടയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഗീസ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതോ നടന്നു പോണു. ചേട്ടാ പോവല്ലേ, നാളെ വന്ന്. ഓക്കെ നമുക്ക് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ഗീസ്. ചേട്ടനെ കണ്ടിട്ട് നമുക്ക് പൈസ തരുന്നാണ് തോന്നുന്നത്. ചേട്ടാ ഓടി ക്യൂസ് എന്നാണ്, എന്താണ് വില? കാത്തുനിന്ന് താമസിച്ചുകൊണ്ടായിരിക്കും ചേട്ടാ, പോവല്ലേ. ചേട്ടൻ ഇറങ്ങി പോയിട്ടുണ്ട്. പിന്നെ അടുത്ത ആൾ വന്ന് ഇവിടെ തന്നെ നിൽക്കാൻ. നിങ്ങളെന്തൊരു അകത്തൊക്കെ കയറിയിരിക്കണേ? എത്രയാണ് എന്തോ അല്ല പറഞ്ഞായിരുന്നല്ലോ, അടിച്ച് മണ്ടടിച്ചിട്ട് പറഞ്ഞ കേട്ടോ. ഓടെ ഇറങ്ങി 1800. ഞാൻ എത്ര രൂപ ഇട്ടാ? 1800. എടാ ഇങ്ങനെയൊന്നും അല്ല, പോടാ ഇറങ്ങി. 1800 ഇങ്ങനെയാണ് നമുക്ക് ഇടാൻ. ഇപ്പൊ സെറ്റല്ലേ തന്നെ. ഇതായി ആരെന്തോ നമുക്ക് പോകാം. ആരെങ്കിലും വരണേ, പാവപ്പെട്ട കാറാണേ. കണ്ടിട്ട് ആർക്ക് ഈ കളർ ഇങ്ങോട്ട് പിടിച്ചില്ലെന്നാണ് തോന്നുന്നത്. കളർ മാറ്റാൻ ഇല്ല. വന്നു ചേട്ടാ എന്തിനാണ്? പറഞ്ഞു ഫുൾ ടാങ്ക് കാണില്ല. 18,000 രൂപയ്ക്ക് 11,000 ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുഴപ്പമില്ല കേസ്. എൻ്റെ മോനെ 11,000 രൂപയ്ക്ക് വിറ്റ് കേസ്. നമ്മൾ 10,000 എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? അല്ല ഒരു മിനിറ്റ്, എന്തോ സംശയം പോലെ. നമ്മളിപ്പം വിറ്റ് എന്തൊക്കെ അപകടം മണക്കുന്നത് പോലെ ഇല്ലേ ഗീസ്? ഇല്ലേ, നമ്മളെ 12,000 രൂപ ഉണ്ട് ഗീസ്, അതൊക്കെ മതി നമുക്ക്. നെയ്ബർഹുഡിലെ കാർമാർക്ക് ഓപ്ഷൻ ഉണ്ട് ഗീസ്. ഓപ്ഷൻ ഒന്നും കൂടെ പോയാലോ? വേണ്ട, നമുക്ക് നെയ്ബർഹുഡിൽ തന്നെ പോവാം ഗീസ്. കാർ മാർക്കറ്റ് തുറന്നിട്ടില്ല. പിന്നെ നമുക്കിപ്പോൾ ബാർഗെയിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗീസ്, അതാണ് ഒരൊറ്റ വിഷമം. പിന്നെ വീടൊന്നും ആർക്കും വേണ്ട, പിന്നെ ഒരു നല്ല കാറും ഒക്കെ വാങ്ങിക്കാം ഗീസ്. നമുക്ക് BMW ഒക്കെ കിടക്കുന്നുണ്ട് ഗീസ്. ഇതേത് കമ്പനി BMW? കണ്ടിട്ട് അത്ര തോന്നുന്നില്ല, എന്നാലും ഒന്ന് നോക്കി നോക്കാം. വേണ്ട, ഇത് വേണ്ട. ഓക്കെ, നമുക്ക് വേറെ എങ്കിലും നല്ല കാറുകളൊക്കെ ഇവിടെ കാണും, നമുക്കത് നോക്കാം. ഇവിടെയും അതേപോലത്തെ ഒരു BMW കിടപ്പുണ്ട് ഗീസ്. ഇതും വേണ്ട, നല്ല ഏതെങ്കിലും കാർ നമുക്ക് കാണും. ഇതൊക്കെ ഏത് കാറ്? കണ്ടിട്ട് എത്ര ഡോഡ്ജാണ് എനിക്കറിയില്ല ഗീസ്. ഇതേതോ കൂടിയ കാറാണെന്നാണ് തോന്നുന്നത്.
പക്ഷെ ഇതിൻ്റെ അത്ര പൈസ നമ്മളെ ഇല്ല ഗൈസ്. ഇതേത് മിനി കൂപ്പറോ? ഇതേതോ കൂടിയ കാറാണ്. പെണ്ണുപിള്ളേ ഇങ്ങോട്ട് നമ്മളിവിടെ വന്നപ്പോൾ എന്നാലും ഇതും വാങ്ങിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇത് എത്ര രൂപയെന്ന് പറയാൻ പോലെ 13,000. നമ്മളെ 12,000 ഉള്ളൂ കേസ്. അതിനനുസരിച്ചുള്ള വണ്ടിയെ കിട്ടുമെന്നനുസരിച്ച് ആ കാർ വാങ്ങിക്കാൻ പറ്റുമോ നമുക്ക്? ഏത് കാറായാലും നമുക്ക് മോഡിഫൈ ചെയ്യാം കേസ്, എന്നിട്ട് വിൽക്കാം. ഏത് നല്ലത് ഇത് വാങ്ങിക്കാൻ പറ്റുമോ നമുക്ക്? ഇത് 9,000 രൂപയാണ് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും വാങ്ങിക്കാം. നമുക്കിത് 11,000 രൂപയ്ക്ക് വിൽക്കാം കേസ്. ഏത് അതിൽ നല്ലത്? നമുക്ക് പെട്രോൾ ഫുൾ അടിക്കാം. എന്നിട്ട് നമ്മളെ കാറിൻ്റെ ഇത് ഫുള്ള് ഫ്യൂല് ഡയറക്റ്റ് ആകും. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. കിടക്കാച്ച സൗണ്ടൊക്കെ ഉണ്ട്. വീട്ടിൽ പോകുന്നു. അപ്പോൾ കേസ് ഇന്ന് ഫുള്ള് ലാബാണ് കേസ്. നമുക്കുണ്ട് റിസൾട്ടിൽ നമുക്ക് ലാബാണ് കേസ്. ഇനി അടുത്ത ദിവസത്തിലോട്ട് കിടക്കാം കേസ്. നമ്മൾ നേരത്തെ ഒരു BMW വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലേ കേസ്. ആ BMW നമ്മളിപ്പം ഇവിടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേസ്. അതിപ്പോൾ കിട്ടും. അപ്പോൾ നമുക്കിനി അത് വാങ്ങിക്കാനായിട്ട് പോകണം കേസ്. അപ്പോൾ ശരി എന്നാൽ ബൈ. അത് വാങ്ങിച്ചിട്ട് കാണാം കേസ്. അപ്പോൾ കേസ് നമ്മൾ BMW ഇതവിടെ കിടപ്പുണ്ട് കേസ്. നമ്മൾ ചേട്ടൻ്റെ ചോദിച്ചേക്കാം ഇത് എന്തിനാണ് പ്രശ്നം എന്ന് വെച്ചാൽ നോക്കി ശരിയായി തരും. നമ്മളെല്ലാം റിപ്പയർ ചെയ്യാനായിട്ട് നല്ല പൈസയാവും. ബാങ്ക് റിപ്പയർ ചെയ്തേക്കാം. കുറേ ഉണ്ട് ചേട്ടൻ ഇവിടെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ് ഫെൻഡറും ഉണ്ട്, ബാക്ക് ലെഫ്റ്റ്. എല്ലാം ചേട്ടൻ ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ ചെയ്യാം. കുറച്ച് പണിയുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ ചേട്ടൻ നമ്മളെ കാറൊക്കെ ശരിയാക്കി പോകുന്നുണ്ട്. നല്ല കാറാണ്. സെറ്റ് കളറൊക്കെ ഒന്ന് മാറ്റണം കേസ്. കളറൊക്കെ മാറ്റിയെടുക്കും. ഇറങ്ങി വരുന്നുണ്ട്. പെയിന്റ് അടിക്കുന്ന അപ്പുറത്തില്ല, അപ്പുറത്തൊക്കെ. അയ്യോ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് പൊട്ടി. ഇറങ്ങിയോ? കേട്ടോ. പിന്നെ നമ്മളെ ഡ്രിഫ്റ്റ് കിട്ടുന്നു കണ്ടോ? കാര്യങ്ങളൊക്കെ മോഡിഫൈഡ് കാണാൻ ചോദിച്ചപ്പോൾ ശരി. അപ്പോൾ കേസ് ഇതാണ് നമ്മളെ കാറ്. കുഴപ്പമില്ലേ? ഇതില്ലേ കേസ് നമ്മളെ ഓഫീസിൽ ഏതോ വാഴകൾ ഇവിടെ എന്തിനായിട്ട് കൊണ്ടിട്ടുണ്ട് കേസ്. വേസ്റ്റൊക്കെ നമ്മളെ ഇവിടെയാണ് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാൻ കേസ്? ആ വാഴകൾ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വെട്ടിയായിരിക്കും കേസ്. നമുക്കിതിന് ഫോർ സെയിലുണ്ട് ഇടണം. നമുക്ക് നേരെ പോയി സെയിലിടാനുള്ള പരിപാടി നോക്കാം. നിങ്ങൾക്ക് BMW തരാൻ തൊഴിൽ നമ്മളിത് വാങ്ങിച്ചത് 9,000-ത്തിനാണ്. ഇതിൻ്റെ
ഇതിൻ്റെ എല്ലാ പരിപാടിയും കൂടെ ചേർത്ത് അമ്മ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു നമ്മൾ കാർ 15,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. കാർ ആരെങ്കിലും വാങ്ങിക്കണം എന്ന് ഓഫീസ് ഇതുവരെ നമ്മൾ തുറന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. പെട്ടെന്ന് വാടക ആരെങ്കിലും ഒക്കെ കസ്റ്റമർ വന്നിട്ടുണ്ട്. എത്രയാണ് പറഞ്ഞു എല്ലാം കറക്റ്റാണ്. 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 10,000 ഓതള്ള ഇറങ്ങി. 10,000 ഒന്നും കൊടുക്കാൻ പറ്റില്ല. 10,000 പറ്റില്ല. 10,000 നമ്മൾ ചത്താലും കൊടുക്കില്ല. അതോ നേരത്തെ ചേച്ചിയുടെ വേറെ ഏത് ബന്ധുവാണ്. എന്താണ് എത്ര 9,000. ഇങ്ങനെ എന്തരടേ ഞാൻ വാങ്ങിച്ച വിലയേക്കാളും ചെറുതാണ് നിങ്ങൾ കൊടുക്കണ്ട. പുള്ളിക്ക് കൊടുക്കാൻ വേറെ കസ്റ്റമറൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും കുറഞ്ഞ വിലയാണ് പറയുന്നത്. രാത്രിയുമായി നമ്മൾ ഈ കാർ വിറ്റിട്ടേ അല്ലെങ്കിൽ വേണ്ട. നമ്മൾ കൂടുതൽ ബുദ്ധി കാണിക്കണം. നമുക്ക് പോയി കിടന്നുറങ്ങാം. അതാണ് നല്ലത്. കാറാരെടുത്തൊന്നും പോകലല്ലേ. ക്ലോസ് ആക്കില്ല. നമുക്കിനി പോയി കിടന്നുറങ്ങാം. ഓക്കെ, നമ്മൾ ഇന്ന് വാങ്ങിച്ചില്ല, ഒന്നും കൊടുത്തുമില്ല. ഇത് തന്നെ അവസ്ഥ. ഇനി അടുത്ത ദിവസം നമുക്ക് പോയി നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ. ഓഫീസൊക്കെ ക്ലോസ് അല്ലേ. നമുക്ക് ഓഫീസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ കാറും കൂടെ ഇന്ന് നമ്മൾ വിൽക്കുന്നു. നമ്മൾ തുറക്കണതിന് മുമ്പ് ഒരു ചേട്ടൻ വന്ന് കയറി. എവിടെ പോണു? എവിടെ ഇന്ന് പറഞ്ഞു 12,000. ഓക്കെ, ശരി 12,000. അത് മതി. ഓക്കെ, നമ്മുടെ കാറ് നൈസായിട്ട് വിറ്റോയിട്ടുണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗീസ്. 12,000 രൂപ കിട്ടി ഗീസ് നമുക്ക് ആ കാർ വിറ്റതിന്. നമ്മൾ 15,000 ഇട്ടത്. ഒരു കട തുറന്നപ്പോൾ തന്നെ ഒരു തടിയൻ ചേട്ടൻ കയറി വന്നു ഗീസ്. നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല. ചേട്ടൻ നല്ല റിച്ചാണ്. കാണുമ്പോൾ പാവമാണ് ഗീസ്. അപ്പോൾ ഗീസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.